ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു സ്വീറ്റായിട്ടുള്ളൊരു സ്നാക്സുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ആ രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി വെക്കാം. ഇനി ഇതൊരു ഇഡലി പാത്രത്തിലേക്ക് ആവി കയറ്റാനായിട്ട് വെക്കുകയാണ്. നന്നായിട്ട് വെന്ത് വരണം. ഇതിൻ്റെ അകത്തൊരു ഫില്ലിങ്സ് ഉണ്ട്. അതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ചിരകിയ തേങ്ങ, ഏലക്കാപ്പൊടി, നട്ട്സ്. ഇതിൽ ഞാൻ തേനാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ തേൻ ചൂടായി കൂടാ എന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തേൻ മാറ്റുന്നുണ്ട്. നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നെയ്യുടെയും തേങ്ങയുടെയും എല്ലാം. ഇതൊന്ന് ചെറിയൊരു ഗോൾഡൻ കളറായി വരട്ടെ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂനട്ടും ആട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി എടുക്കാം, കിസ്മിസ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണമൊക്കെ വേണ്ടേ, അതും ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേൻ യൂസ് ചെയ്യുന്നില്ല എന്ന്, അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് പഞ്ചസാരയാട്ടോ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം, തേൻ ആഡ് ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ട് മാത്രം തേൻ ആഡ് ചെയ്യാം. തേൻ ചൂടാക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആവി കയറ്റാൻ വെച്ചിരുന്ന പഴമൊക്കെ സെറ്റായി. നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ വേണം നമുക്ക് പഴം വേവിച്ചെടുക്കാൻ. ജസ്റ്റ് നമുക്കൊന്ന് ഉരുട്ടാൻ പറ്റുന്ന രീതിയിൽ. ഇനി ഞാൻ കുറച്ച് നെയ്യ് എൻ്റെ കയ്യിലൊന്ന് തടവുന്നുണ്ട്. ഇനി ഇത് എത്ര പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്യണോ, എത്ര വലിപ്പമുള്ള ഉന്നക്കായ വേണോ അത്രയും പഴം നമ്മൾ കയ്യിലോട്ടെടുക്കുക, ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മൾക്ക് ആ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. കടകളിലൊക്കെ ഈ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഉന്നക്കായ കഴിച്ചിട്ടില്ല. ഈ ഉന്നക്കായ ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ. ഇതായിരിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്ന ഉന്നക്കായ. ദേ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ കടയിൽ കണ്ട് ഒരു പരിചയമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഈ ഷേപ്പ് കൊണ്ടുവരേണ്ടത്. നമ്മൾ രണ്ടാമത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആദ്യത്തെ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെയാണ് എനിക്കിതിൻ്റെ ടെക്നിക്ക് മനസ്സിലായത്. ഈ രണ്ട് കൈ വെച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യം ചെയ്തത് ഒന്നുകൂടെ ആ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ്. എല്ലാം നമുക്കൊന്ന് സെറ്റാക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാമേ. ആ പഴം പൊട്ടാതെ നോക്കുക. നിങ്ങൾ ആ ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ക്ലോസ് ആയി എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അല്ലെങ്കിൽ പൊട്ടിയിട്ട് ആ ഫില്ലിങ്സ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആകെ മെസ്സി ആവും. അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുക്കാം. ഈ ഒരു കളറാവുമ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡിയായി എന്നർത്ഥം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും, പഴമല്ലേ. അപ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലിട്ട് സമയമെടുത്ത് തന്നെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഉന്നക്കായയും വറുത്ത് മാറ്റുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ഉന്നക്കായ റെഡിയായി. സത്യം പറയാമല്ലോ, ഞാൻ കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉന്നക്കായുടെ ഫാനായി. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്തു. അച്ഛൻ കുടിക്കുന്ന നമ്മുടെ ചിക്കു ഷേക്കാട്ടോ, അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കു ഷേക്കും ഉന്നക്കായയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. താങ്ക് യു.